അല്ലാഹുവിന്റെ പ്രവാചകൻ ഹജ്ജത്തുൽ വദാഇന്റെ അവസാനത്തെ പ്രഭാഷണത്തിൽ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു സ്വഹാബാ ഇത്തഖുല്ലാഹ ഫിന്നിസാ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ നിങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം ഭാര്യയും മക്കളും അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിന്റെ ഭാര്യ നീ മഹ്റ് കൊടുത്ത് വിവാഹം കഴിച്ച് നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന നിന്റെ ഭാര്യ നിന്റെ രക്തത്തിൽ പിറന്ന മക്കൾ അവർ അല്ലാഹു നിനക്ക് ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ അതാ ഖുർആൻ പറഞ്ഞത് ഖു അൻഫുസകും വ അഹ്ലീകും നാറാ ഖുർആൻ പറഞ്ഞു പോകുമ്പോ കുടുംബത്തെ കൂടെ കൊണ്ടുപോകാൻ രക്ഷപ്പെടുത്താൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവരാരാ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അല്ലാഹുവിന്റെ പരലോകത്തിലെ ഏറ്റവും നശിച്ചവര് കള്ളുകുടിയന്മാരല്ല വ്യഭിചരിച്ച് നടക്കുന്നവരല്ല പലിശ തിന്നുന്നവര് മാത്രമല്ല അല്ലാഹുവിന്റെ പരലോകത്തിലെ നശിച്ചവര് 3 വിഭാഗമാണ് റബ്ബ് അവരോട് സംസാരിക്കില്ല അവരുടെ മുഖത്ത് നോക്കില്ല അല്ലാഹു കരുണ കാണിക്കില്ല അവര് നാളെ പരലോകത്തിലെ നശിച്ചവരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അവരോട് അല്ലാഹു ഒന്ന് മുഖത്ത് നോക്കുകയോ സംസാരിക്കുകയോ കരുണ കാണിക്കുകയോ ചെയ്യില്ല 3 വിഭാഗം അവരിൽ ഒന്നാമത്തെ വിഭാഗം ഈ ഇരിക്കണ വാപ്പമാരിൽ ചില വാപ്പമാരാ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ ചില ഉപ്പമാരാ തന്റെ ഭാര്യയും തന്റെ മക്കളും തെറ്റ് ചെയ്യുന്ന കണ്ടിട്ട് തെറ്റാണെന്ന് നിനക്കറിയാം നീ തിരുത്തൂല തെറ്റാണെന്ന് നിനക്കറിയാം നീ തിരുത്തൂല ഈ വാപ്പ 5 നേരം നിസ്കരിക്കുന്ന മനുഷ്യനാണെങ്കിലും ഇനി എത്ര വലിയ പുണ്യം ചെയ്യുന്നവനാണെങ്കിലും അല്ലാഹു നിന്നെ വെറുതെ വിടത്തില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി നിനക്കറിയാം തെറ്റാ ഈ പള്ളിയിൽ മഗ്രിബിന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇശായി നിസ്കരിച്ച് ഹദ്ദാദ് ഓതി ഉസ്താദിനെ മുസാഫഹത്തും ചെയ്തിട്ട് നീ വീട്ടിൽ പോകും നീ നല്ല മനുഷ്യനാ നിന്റെ വീട്ടിൽ ചെല്ലുമ്പോ നിന്റെ പെണ്ണും പിള്ളയും മക്കളും സീരിയൽ കണ്ടോണ്ടിരിക്കുക തെറ്റല്ലേ തെറ്റല്ലേ സീരിയൽ കാണാൻ പാടുണ്ടോ സിനിമ കാണാൻ പാടുണ്ടോ എവിടെയെങ്കിലും ഹലാലാക്കാൻ പറ്റുമോ പാവമാണെന്ന് നിനക്കറിയാം കണ്ടോട്ടെ കുഴപ്പമില്ല നീ പള്ളിയിൽ വന്ന് നിസ്കരിക്കും നിന്റെ മക്കൾ നിസ്കരിക്കുവോ നിന്റെ ഭാര്യ നിസ്കരിക്കുവോ 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ എന്ത് ചെയ്യണം പറ മനുഷ്യന്മാരെന്ത് ചെയ്യണം 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലി നമസ്കരിപ്പിക്കണം നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ ആരെങ്കിലും ഒന്ന് പൊക്കറോ കണ്ടിട്ട് മരിക്കാനുള്ള കൊതി കൊണ്ടാ നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു താത്ത സിറ്റ് ഇവിടെ അർശലിരിപ്പുണ്ട് മുകളിൽ താഴെ ഒന്ന് കൈപൊക്കിക്ക് കാണട്ടെ താത്ത അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ നീ വിചാരിച്ചോ ഓസിന് കേറിപ്പോകാൻ പറ്റുന്ന സ്ഥലമാണ് സ്വർഗം അള്ളാന്റെ സ്വർഗത്തിൽ നിനക്കങ്ങ് കേറിപ്പോകാൻ പറ്റുമെന്ന് നീ കരുതിയോ വീടത്തില്ല വാപ്പോ നിന്നെ അല്ലാഹ് നീ തഴമ്പും താടിയല്ല ഈ പള്ളിയല്ല അള്ളാടെ കഅബാലയത്തിൽ പോയി വർഷം ഹജ്ജ് ചെയ്തവനാണെങ്കിലും അള്ളാഹ് നിന്നെ അവിടെ പിടിച്ചു നിർത്തും നീ അങ്ങ് കേറിപ്പോകാൻ പറ്റിയെന്ന് വിചാരിച്ചോ നിനക്ക് കളിയാ നിനക്ക് തമാശ അള്ളാഹുവിനോട് കളിക്കുകയും നിന്റെ ഉത്തരവാദിത്തം നീ പാലിക്കുക എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ ഔറത്ത് മറക്കാറുണ്ടോ നിന്റെ മക്കള് നിന്റെ മക്കൾ ഔറത്ത് മറക്കാറുണ്ടോ ആണിന്റെ ഔറത്തും അറിയാം പെണ്ണിന്റെ ഔറത്തും അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ആണിന്റെ ഔറത്താണ് ഒരു പെണ്ണിന്റെ ഔറത്ത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിന്റെ മക്കളുടെ കാര്യം പറയണ പോട്ടെ ഈ വയത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ നിങ്ങളൊന്ന് പുറകിൽ പോയി നോക്കിക്കേ ഈ വയത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ ഈ വയതിന്റെ സദസ്സിലിരിക്കണ വാപ്പമാരങ്ങോട്ട് പോകുമ്പോ റോഡിൽ ഇറങ്ങുമ്പോ ഒരു പൊക്ക മുണ്ടങ്ങോട്ട് ഒരു പൊക്കിയിട്ടൊരു ഉടുത്തുണ്ട് ഉപ്പാട് അണ്ടർവെയർ വരെ വെളിയിൽ കാണും പുറകെ വരുന്ന താത്താമാർക്കും കാക്കാമാർക്കും തൊട കാണാനുള്ള പ്രദർശന മത്സരം നടത്തുന്ന ആളാ നമ്മുടെ വാപ്പാമാര് ചിന്തിക്ക്
നിങ്ങൾ എന്നോട് ദേഷ്യം തോന്നരുത്. ഇറച്ചിക്കടയിൽ പോത്തിന്റെ കാല് തൂക്കിയിട്ടിരിക്കണ പോലെ വാപ്പ തുടയും കാണിച്ചുകൊണ്ട് നടക്ക. ഈ വാപ്പയെ ഔറത്തിനെ കുറിച്ച് പറയുന്നേ. എടാ, നിന്റെ മക്കളുടെ അവസ്ഥ ആലോചിച്ച് വെക്ക്. കീറിയ പാന്റ്, കീറിയ പാന്റ് അവനിടത്തുള്ളൂ. പിച്ചക്കാരൻ, പൈസ ഇല്ല. അള്ളാഹുവിന്റെ ദാരിദ്ര്യം അല്ല മാറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലെ, കീറിയ പാന്റ് ഇടുന്നവൻ അല്ലേ, ഒരു കീറിയ വസ്ത്രം ഇടുന്നവൻ ദരിദ്രനല്ലേ? നിന്റെ മോനോ കീറിയിട്ടിരിക്ക. നിങ്ങളെ ഞാനൊന്നും പറയൂല, ആരും പോട്ടെ, പെണ്ണുങ്ങളെ ഞാനൊന്നും പറയൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഔറത്തല്ലേ ഇത്? നിന്റെ മോന്റെ മുടി കണ്ടിട്ടുണ്ടോ? നിന്റെ മോന്റെ മുടി കണ്ടിട്ടുണ്ടോ? പറവയെ പോലെ, കുരുവിക്ക് കൂടുവെക്കാൻ വെച്ചിരിക്കണ പോലെ. ചെറുതും വലുതും എടുത്ത് നോക്കിയ പഴതിന് വരുമ്പോ ഉസ്താനെ കാണുമ്പോ തൊപ്പിയിടും. ആ തൊപ്പിയൊന്ന് ഊരി പറയാ. തലയിലിട്ടിരിക്കണ തൊപ്പിയൊന്ന് ഊരിക്ക്. പാപ്പായ്ക്ക് ഭയങ്കര താടിയും തഴമ്പ് വരെ ഉണ്ട്. മോന്റെ തല കാണണം. അല്ലാഹുവെ, പടി വെട്ടി വെച്ചിരിക്ക, 18-ാം പടി വെച്ചിരിക്കണ പോലെ. നാലിച്ച് നോക്കിയ ചോദിച്ചാ പറയൂ, ഉസ്താദേ ഞാൻ പറഞ്ഞ കേൾക്കൂല ഉസ്താദെ, ഞാൻ പറഞ്ഞ കേൾക്കൂല ഉസ്താദെ. നിന്നെ ആദ്യം മടല് വെട്ടി തല്ലണം. നീ അവന്റെ വാപ്പയാണെന്ന് ആരോടും പറയരുത്. 12, 13, 15 വയസ്സുള്ള മകനെ, സ്വന്തം മക്കളെ നേരെ പഠിപ്പിക്കാൻ പറ്റാത്തവനാ പള്ളിയിലെ ഖതീബിനെ പഠിപ്പിക്കാൻ നടക്കണേ. നാലിച്ചു നോക്കിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾ ആരെയും കളിയാക്കിയതല്ല. പോട്ടെ, നിങ്ങളൊക്കെ റോഡിൽ ഇറങ്ങുമ്പോൾ മുണ്ട് പൂക്കാറില്ല, എല്ലാം ശരി തന്നെ. നിങ്ങളൊക്കെ ഫർദ ഇടുന്നവരാ. വീടിനകത്തോ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ വാപ്പമാരെ. നിന്റെ 15 വയസ്സുള്ള മകള് വീട്ടിലുണ്ട്. 15 പ്രായപൂർത്തിയായ മകളുള്ള വീട്ടിൽ നിന്റെ മോൻ നിക്കറ് ഇട്ടുകൊണ്ടല്ലേ നടക്കണേ? എന്നാലോചിക്ക. പുറത്തിറങ്ങിയ നീ എല്ലാം വലിയ മഹാനാ. പക്ഷെ നിന്റെ വീടിന്റെ അകത്ത് 15 വയസ്സുള്ള പ്രായപൂർത്തിയായ മകളുടെ മുന്നിലൂടെ ഈ എന്തിനാ ഉസ്താദിന് പറയാ, ഇത്തിരി താഴോട്ടിറങ്ങുന്ന സാധനത്തിന് ബെറുമ്പൂട, നിക്കറ്, അതെന്നെ പറഞ്ഞാൽ മതി. ഈ നിക്കറ് ഇട്ടുകൊണ്ട് നിന്റെ മോൻ നടക്കുക. എന്തേ? നിന്റെ പെണ്ണെ, പ്രായപൂർത്തിയായ മോന്റെ മുമ്പിലൂടെ ഈ ഫർദ ധരിച്ചിടക്കണ നിന്റെ മോള് ആ ബനിയൻ ഇട്ടുകൊണ്ട് നടക്കുമ്പോ എന്തേ പെങ്ങളെ നിനക്ക് തെറ്റ് തിരുത്തി കൊടുക്കാൻ പറ്റാത്തത്? അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദെ ആങ്ങളെയും പെങ്ങളും അല്ലേ? സഹോദരനെ കാണാൻ പറ്റുമോ? ഇവിടെ സഹോദരനെ കാണാൻ പറ്റുമോ? സഹോദരിക്ക് കാണാൻ പറ്റുമോ? എടാ, ഉമ്മാടെ ഔറത്ത് മക്ക കാണാൻ പറ്റുമോ? ആക്കിയൊക്കെ പോട്ടെ, സഹോദരനും സഹോദരിയും നാട്ടുകാരും പോട്ടെ. നിന്നെ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നൊന്തു പ്രസവിച്ച ഉമ്മാടെ ഔറത്ത് കാണാൻ പറ്റുമോ? നിന്റെ വാപ്പാടെ ഔറത്ത് നിന്റെ ഉപ്പയല്ലേ? നിനക്ക് ജന്മം നൽകിയ നിന്റെ പിതാവല്ലേ? ആ പിതാവിന്റെ ഔറത്ത് നിനക്ക് കാണാൻ പൊടി. നീ അള്ളാന്റെ ദീൻ നോക്ക്. കളിയായി പോയോ നിങ്ങൾക്കൊക്കെ? അള്ളാന്റെ ദീൻ നിനക്കൊക്കെ നിസാരമായി പോയോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, 3 സമയങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത മക്കൾ, അതിന്റെ തഫ്സീറിൽ കാണാം, 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ വാപ്പയുടെയും ഉമ്മയുടെയും റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം. ഉമ്മയും വാപ്പയും കിടക്കുന്ന റൂമിന്റെ അകത്ത് 7 വയസ്സിന് താഴെ പ്രായമുള്ള പ്രായപൂർത്തിയാകാത്ത മക്കൾ, ആ പ്രായപൂർത്തിയാകാത്ത മക്കള് മാതാപിതാക്കളുടെ റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ വാതിലി തട്ടിയിട്ട് ചോദിക്കണം, ഉമ്മച്ചി ഞാൻ കേറി വരട്ടെ? കേറി വരാൻ പറഞ്ഞാൽ കേറണം, ഇല്ലെങ്കിൽ കേറാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ല പറഞ്ഞു കേറരുത്. ഏതാ 3 സമയം? 1 വെളുപ്പാങ്കാലം സുബഹിക്ക് മുമ്പുള്ള സമയം, 2 ഉച്ചഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന സമയം, 3 രാത്രിയിൽ. ഈ 3 സമയങ്ങളിൽ അനുവാദമില്ലാതെ മക്കൾ റൂമിൽ കയറരുത്. ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. രാത്രി കിടക്കുമ്പോ ഒരു മുണ്ടുടുത്തിട്ട് കിടക്കൂലേ? രാത്രി കിടക്കുമ്പോ നമ്മളൊക്കെ ഒരു മുണ്ടുടുത്തിട്ട് കിടക്കും. രാവിലെ വെളുപ്പാങ്കാലത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ ആദ്യം തിരയണത് ഈ മുണ്ടാ. ഈ മുണ്ടെവിടെ? കട്ടിലിനടി കിടക്കുന്നു. സുബ്ഹാനല്ലാഹ്. നിന്റെ 7 വയസ്സുള്ള മകള് വെളുപ്പാങ്കാലത്ത് ഒരു 5 മണിക്ക് നിന്റെ റൂമിനകത്തെങ്ങാണോ ഓടി കയറി വന്ന കോവളമല്ല, ഗോവ ബീച്ച് ഓർമ്മ വരും. സായിപ്പ് കിടക്കണവരടക്ക വാപ്പ. നിങ്ങളുടെ കാര്യം ഞാൻ പറയണില്ല. നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഉമ്മയുടെ ഔറത്താണെങ്കിലും വാപ്പയുടെ ഔറത്താണെങ്കിലും മക്കള് കാണണ്ട. എടാ, 45 വയസ്സുള്ള നിനക്ക് കണ്ട എന്തെങ്കിലും തോന്നും ഉമ്മയുടെ ഔറത്ത്? പിന്നല്ലേ 7 വയസ്സുകാരൻ? അപ്പൊ സ്വന്തം ഉമ്മയുടേതാണെങ്കിലും വാപ്പയുടേതാണെങ്കിലും മക്കള് കാണണ്ട. ഇത് അള്ള പറഞ്ഞതാ. അപ്പൊ പിന്നെ കൂടപ്പുറപ്പിന് കാണാവോ?
അതുകൊണ്ട് ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങനെ വെറുതെ നടന്നാ പോരാ. നിക്കറിട്ടുകൊണ്ട് നടക്കുന്ന മകന്റെ പെടലിക്കൊന്ന് കൊടുത്തിട്ട് പറയണം, ഹയവാനെ, ഇനി മേല ഇവിടെ കെട്ടിക്കാൻ പ്രായപൂർത്തിയായ പെൺകുട്ടികളുണ്ട്, മേല ഇങ്ങനെ നടക്കരുത് എന്ന് പറയണം. അതാ വാപ്പ. നിന്റെ പൊന്നുമോള് രാത്രി ഇശായ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോ ബെഡ്റൂമിന്റെ അകത്ത് രാത്രി കിടക്കുമ്പോ ഇടർക്കേണ്ട നൈറ്റ് ഡ്രസ് ഇട്ടുകൊണ്ട് വന്നിരിക്കുമ്പോ നീ ഒരു തള്ളയല്ലേ? നിനക്ക് ഈമാനില്ലേ? നിന്റെ ശരീരത്തിൽ അള്ളാന്റെ ദീനിന്റെ മുസ്ലിമിന്റെ രക്തമല്ലേ ഒലിക്കണേ? അവളുടെ കൊടുക്കേണ്ട ഒരെണ്ണം ഇനി മേലാൽ ഇത് വെളിയിൽ ധരിക്കരുത് എന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നീ എത്രയൊക്കെ നന്മ ചെയ്താലും അള്ളാഹ് നിന്നെ ഒന്നും വെറുതെ വിടത്തില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നോട് ദേഷ്യം തോന്നരുത്. ദീനിന്റെ വിഷയം പറയുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയും, അള്ളാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, 5 നേരത്തെ നിസ്കാരം നിർബന്ധവാപ്പ. 5 നേരത്തെ നിസ്കാരം പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ മുസ്ലിം ആണിനും പെണ്ണിനും 5 വഖത്ത് നിസ്കാരം നിർബന്ധമാ. നിനക്കു മാത്രമല്ല, നീ പള്ളി വന്ന് സുബഹി നിസ്കരിക്കാൻ വരുമ്പോ നിന്റെ മകനെ നിർബന്ധമായി നീ വിളിച്ചു പള്ളിയിലേക്ക് കൊണ്ടുവരണം. നിന്റെ ഭാര്യയെ വിളിച്ചിട്ട് നിസ്കരിക്കാൻ പറയണം. ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്, ഒരു ഭാര്യയ്ക്ക് സ്വർഗമുണ്ട്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പെട്ടെന്ന് പറയുകയാണ്, ഒരു പെണ്ണിന് സ്വർഗമുണ്ട്, ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്. ഏതു ഭാര്യയ്ക്കും ഭർത്താവിനും എന്നറിയുമോ? നാളെ സുബഹിക്ക് നീ എഴുന്നേൽക്കുകയാണ്, സ്വലാത്തു ഖൈറും മിനൻ നൗം. ഈ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിച്ചു, നീ എഴുന്നേറ്റു. അല്ലാഹുവേ, ഭർത്താവിനെ വിളിച്ചു, ഇക്ക എഴുന്നേക്കുന്നില്ല. നീ പോയിട്ട് ഒതുവെടുത്തിട്ട് തിരിച്ചു വന്നു. അപ്പോഴും നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കിടക്കുകയാ. ആ ഒതുവെടുത്ത വെള്ളമുണ്ടല്ലോ, കയ്യിൽ പറ്റിയിരിക്കുന്ന വെള്ളത്തുള്ളികളുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്തിങ്ങനെ കുടന്നിട്ട്, ഇച്ചാ എഴുന്നേറ്റ് നിസ്കരിക്കിച്ചാ എന്ന് വിളിച്ചുണർത്തുന്ന പെണ്ണേ, നിസ്കരിക്കാതെ കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയെ നിസ്കരിക്കാൻ വിളിച്ചുണർത്തുന്ന ഭർത്താവേ, നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. നിസ്കരിക്കാൻ ആ വെള്ളം കൊണ്ടുവന്ന് മുഖത്ത് കൊടയണം, എന്നിട്ട് വിളിച്ചുണർത്തണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പെണ്ണുങ്ങൾ പറയും, എൻ്റെ പൊന്നു സിറാജ് ഉസ്താദെ, അങ്ങനെങ്ങാണ് ഞാൻ ഇത്തിരി വെള്ളം കൊണ്ടൊഴിച്ച അന്ന് എനിക്ക് കബറ് വെട്ടേണ്ടി വരും. കാരണം അതാ അവസ്ഥ. പിന്നെ എങ്ങനെ ഇനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്, ആരെങ്കിലും എഴുന്നേറ്റാലല്ലേ വെള്ളം ഒഴിക്കാൻ പറ്റൂ. ഭാര്യയോ ഭർത്താവോ സുബഹിക്ക് ബാങ്ക് വിളിക്കണത് കേട്ടാൽ, എടാ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നത് പള്ളി വരുന്നവൻ പോലും കേൾക്കണില്ല. കേൾക്കണുണ്ടോ? സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കാൻ വരുന്നവൻ പോലും ബാങ്ക് വിളി കേൾക്കാറില്ല. 5:15 അലാറം വെച്ചിട്ട് കിടക്കുക, ബാങ്ക് വിളിച്ച് ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് ചാടി എഴുന്നേറ്റ് വരിക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങളുടെ മക്കളെ നീ മാത്രം നിസ്കരിച്ചാൽ പോരാ, നിന്റെ മകൻ നിസ്കരിക്കണം, നിന്റെ മകള് നിസ്കരിക്കണം, നിന്റെ ഭാര്യ നിസ്കരിക്കണം. നിന്റെ വീടിനകത്ത് കിടക്കുന്നവരെ വിളിച്ചുണർത്തി നിസ്കരിപ്പിക്കേണ്ട ബാധ്യത നിനക്കുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ പറയൂ, ഉസ്താദെ പറഞ്ഞു മടുത്തു ഉസ്താദെ, എത്ര വിളിച്ചാലും കേൾക്കൂല. ആരാ പറഞ്ഞേ? എടാ, ഏത് നിസ്കരിക്കാത്തവനെയും നിസ്കരിപ്പിക്കാനുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. അടിക്കണ്ട, വെള്ളം ഒഴിക്കണ്ട, ഒന്നും ചെയ്യണ്ട. അടുത്തു പോയിരുന്നിട്ട് ഖുർആനിലെ ഒരു ആയത്ത് ഓതിയാ മതി. നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ആളിന്റെ അടുത്ത് പോയിരുന്നിട്ട് അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതിയിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്താൽ മതി. ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഈമാൻ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിസ്കരിക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിന്റെ ഭർത്താവ് നിസ്കരിക്കത്തില്ലെങ്കിൽ, നിന്റെ മക്കള് നിസ്കരിക്കത്തില്ലെങ്കിൽ, അവരുടെ അടുക്കൽ പോയിരുന്നിട്ട് ഞാൻ പറയണ ഒരായത്ത് ഓതിക്കൊടു. അറബി അറിയത്തില്ല, അർത്ഥം പറഞ്ഞു കൊടുത്താൽ മതി. ഖുർആനിലെ ഒരൊറ്റ ആയത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഈമാൻ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിസ്കരിക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പറഞ്ഞു തരട്ടെ? വേണോ വേണ്ടേ? എന്റെ വിഷയമല്ല. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറയില്ലെങ്കിൽ ബാക്കി പറയും. വേണോ വേണ്ടേ? കൈവക്ക്, കൈവക്കറോ?
പോങ്ങട്ടെ, വേണ്ട ഉസ്താദേ, പാപ്പ നാളെ വന്നിരുന്നിട്ട് പേടിക്കണ്ട, മരണത്തിന്റെ ആയത്തൊന്നുമല്ല, എന്നെ പള്ളിക്കുഴി കൊണ്ടുപോകുന്ന ആയത്തൊന്നുമല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു, ഉമർ തങ്ങൾ ചില ദിവസം തൻ്റെ മകനെ വിളിക്കുമ്പോൾ ഉറങ്ങും. മക്കളല്ലേ, ഉറങ്ങൂപ്പ. ചില ദിവസം സുബഹിക്ക് പള്ളിയിൽ പോകാൻ നേരത്ത് വിളിക്കുമ്പോ ഉപ്പ ഉറക്കം വരണം, ഉപ്പ വയ്യുപ്പ അങ്ങനെ ഇപ്പൊ ഉമർ തങ്ങൾ അടുത്തിരുന്നിട്ട് ഓതി കൊടുക്കും ഈ ആയത്ത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏതായത്തെന്നറിയുമോ? സൂറത്തു ത്വാഹ. സൂറത്തു ത്വാഹ എന്ന് പറയുന്ന അധ്യായമുണ്ട്. അതിനകത്തുള്ള ഒരായത്താണ്. അവസാനത്തെ പേജ് എടുത്ത് നോക്ക്, 132ാമത്തെ ആയത്താണെന്ന് തോന്നുന്നു. വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഉറങ്ങിക്കിടക്കുന്ന മക്കളുണ്ടല്ലോ, നിസ്കരിക്കാൻ മടി കാണിക്കുന്ന ഭർത്താവുണ്ടല്ലോ, ആ മനുഷ്യന്റെ ചാരത്ത് ചെന്നിരുന്നിട്ട് പറയണം, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക. അല്ലാഹ് പറയുകയാ, ഉറങ്ങിക്കിടക്കുന്ന മക്കളുടെ ചാരത്ത് ചെന്നിട്ട് ഉമർ തങ്ങൾ പറഞ്ഞു കൊടുക്കും, മോനെ എഴുന്നേറ്റ് നിസ്കരിക്കടാ, എഴുന്നേറ്റ് നിസ്കരിക്ക്. എഴുന്നേറ്റ് നിസ്കരിച്ചാൽ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉമർ തങ്ങൾ എന്താ പറയണേ? മോനെ, 5 നേരം എഴുന്നേറ്റ് നിസ്കരിച്ചാൽ ഒരുത്തന്റെ മുന്നിലും തെണ്ടണ്ട, യാചിക്കാൻ പോകണ്ട, കഞ്ചാവ് കച്ചവടം നടത്തണ്ട, ലോട്ടറി എടുക്കണ്ട, എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള വഴി നോക്കണ്ട, മരിക്കുന്ന കാലം വരെ തെണ്ടാതെ ഹലാലായ ഭക്ഷണം കഴിക്കണോ, അല്ലാഹ് തരും, നിസ്കരിച്ചാ മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നീ എന്തു പറയും? പഠിക്കണം, പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. 55 വയസ്സുകാരനോടല്ല, 7ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്നവനോട് ഉമ്മ പറഞ്ഞു കൊടുക്കുകയാ, ഫുൾ A+ വാങ്ങിച്ച് ഏറ്റവും വലിയ മാർക്ക് വാങ്ങിച്ച് ജയിക്കണം, നല്ല ജോലിയിൽ കയറണം, നല്ല ശമ്പളം കിട്ടണം, നല്ല ശമ്പളം കിട്ടിയാലേ നല്ല ജീവിതം കിട്ടൂ. എടാ, ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ പൈസ വേണം, പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ഇപ്പൊ മയക്കുമരുന്ന് കച്ചവടമല്ലേ മോന്, കഞ്ചാവ് കച്ചവടമല്ലേ മോന്. എങ്ങനെ നിന്റെ മോനെ നശിപ്പിച്ചത് നിന്റെ ആർത്തിയാ പെങ്ങളെ, നീയാ പഠിപ്പിച്ചത്. പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ എന്ന് ആ ചെറിയ കുഞ്ഞിന്റെ ഹൃദയത്തിൽ ആ വിഷം വെത്തി കുത്തിവെച്ചു കൊടുത്തത് നീയാ. നീയാ നിന്റെ മക്കളെ പഴപ്പിച്ചത്. അല്ലാഹു കാക്കുമാറാകട്ടെ. മക്കളോട് പറഞ്ഞു കൊടുക്ക. കഞ്ചാവ് ഒരു ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ മയക്കുമരുന്നിനെ കുറിച്ച് പറയണെന്ന്. എന്തിനാ ഞാൻ തല്ലുകൊള്ളാനോ വെറുതെ? കഞ്ചാവ് കച്ചവടം, മയക്കുമരുന്ന് കച്ചവടം, കൂടിയ ഐറ്റവ കച്ചവടം ചെയ്യുന്ന മോൻ എന്തേ? എളുപ്പം പൈസ ഉണ്ടാക്കാം. എളുപ്പ പൈസ ഉണ്ടാക്കാനുള്ള വഴി ആരാ പറഞ്ഞു കൊടുത്തത്? നിന്റെ പെണ്ണും പിള്ള. എന്നാ ഉമർ തങ്ങൾ മക്കളോട് പറഞ്ഞു കൊടുത്തു, മക്കളെ 5 നേരം നിസ്കരിക്ക്. അല്ലാഹ് പറഞ്ഞെന്തറിയോ? ലാ നസ്അലുക റിസ്ഖ, നീയല്ല ഉണ്ടാക്കണേ, നീയല്ല റിസ്ക് ഉണ്ടാക്കുന്നത്, ഞാൻ തരും മരിക്കുന്ന കാലം വരെ ഭക്ഷണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറഞ്ഞ ഉടനെ മക്കൾ ചാടി എഴുന്നേക്കൂല. ഇത് പറഞ്ഞ ഉടനെ ചാടി എഴുന്നേക്കൂല. രണ്ടാമത് പറഞ്ഞു കൊടുക്കണം, വൽ ആഖിബത്തു ലിത്തഖ്വ, നല്ല മരണം വേണം. കണ്ണ് തെള്ളി പതയും നൊരയും ഒലിപ്പിച്ച് മുഖമൊക്കെ കറുത്ത് മലമൂത്ര വിസർജനം നടത്തി കാഫിറിനെ പോലെ ചാകണോ, അതോ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ചുണ്ടിൽ പുഞ്ചിരിയുമായി പ്രകാശിക്കുന്ന മുഖവുമായി നെറ്റിത്തടം വിയർത്ത് മൂക്കിന്റെ ദ്വാരം വികസിച്ച് വെള്ളിയാഴ്ച ജുമഅയ്ക്ക് വരുന്നവര് മുഴുവനും മയ്യത്ത് നിസ്കരിക്കുന്ന ഒരു നല്ല മരണം നിനക്ക് വേണോ? എഴുന്നേറ്റ് നിസ്കരിക്കുക. ഉമർ തങ്ങൾ പറഞ്ഞു കൊടുത്തു, മോനെ ഈമാനുള്ള ഒരു മരണം നിനക്ക് വേണോടാ. നിന്റെ മയ്യത്ത് കാണാൻ വരുന്നവര് മുഴുവനും മരിച്ചാൽ ഇവൻ മരിച്ചതുപോലെ മരിക്കണമെന്ന് പറയുന്ന ഒരു മരണം നിനക്ക് വേണോ? നിസ്കരിക്കുക. ഇത് പറഞ്ഞു നോക്ക്, ഏതുറക്കവും മാറും. ഏത് നിസ്കരിക്കാത്തവനും എഴുന്നേറ്റ് നിസ്കരിക്കും. കാരണം
മരണത്തിന് അവന് പേടിയാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറഞ്ഞു നോക്ക്. ഇത് പറഞ്ഞിട്ട് എഴുന്നേക്കുന്നില്ലെങ്കിൽ പിന്നെ അവന്റെ തലയിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഓതിയേറെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറഞ്ഞിട്ട് നന്നാകാത്തവനെ പിന്നെ എന്ത് പറയാനാ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ പരലോകത്ത് നാണം കെട്ട് വരുന്ന രണ്ടാമത്തെ വിഭാഗം ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തുന്നവരാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3 മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 3ാമത്തെ വിഭാഗമാരാ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അൻ മുഹമ്മദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ പരലോകത്തെ കടന്നു വരുന്ന 3ാമത്തെ വൃത്തികെട്ടവരാരെന്നറിയോ? ദുൽ വജ്ഹൈ, 2 മുഖമുള്ളവരാട്, 2 മുഖമുള്ളവരാട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒരു വിഭാഗം ആളുകളുടെ കൂടെ കൂടുമ്പോൾ, ഒരു വിഭാഗം ആൾക്കാരുടെ കൂടെ കൂടുമ്പോൾ, പടച്ചവനെ ഞാൻ നിങ്ങളുടെ ആളാണ്, ഞാൻ നിങ്ങളുടെ ആളാണ്. പടച്ചവനെ അവര് പിരിഞ്ഞു കഴിഞ്ഞ് 2ാമത്തെ വിഭാഗത്തെ കാണുമ്പോ അവരുടെ കൂടെ കൂടിയിട്ട് പടച്ചവനെ ഇവരെ കുറ്റം പറയുകയാ. ഇങ്ങനെ 2 മുഖമുള്ളവരുണ്ടല്ലോ, ഇങ്ങനെ 2 മുഖമുള്ളവരുണ്ടല്ലോ, അവരാണ് നാളെ പരലോകത്തിലെ ഏറ്റവും നശിച്ചവരെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. കാണുമ്പോ പറയും, പള്ളിയിലെ ഖത്തീബിനെ കാണുമ്പോ പറയും, അല്ലാഹു ഉസ്താദെ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷമായി ഈ നാട് നന്നായത്. നിങ്ങളെ പറയണില്ല, ഞാൻ അദ്ദേഹത്തെ പറഞ്ഞോളാം. ഉസ്താദെ നിങ്ങൾ വന്നതിന് ശേഷമാണ് ഈ നാട് നന്നായത്. നിങ്ങളെപ്പോലെ ഒരു ഇമാമില്ല റബ്ബേ. നിങ്ങളെ കാണുമ്പോൾ തന്നെ മുഖത്ത് ഈമാനിന്റെ പ്രകാശവ, നിങ്ങളെ കാണുമ്പോൾ തന്നെ ഖബർ ഓർമ്മ വരും. അങ്ങനെ ഉസ്താദിനെ അങ്ങോട്ട് പൊക്കും. ഉസ്താദ് എല്ലാം കേട്ടിട്ട് അങ്ങോട്ട് തിരിയുമ്പോൾ അടുത്തവനെ കാണുമ്പോൾ ഇവനെ കാര്യം വരിക. അങ്ങോട്ട് ഇങ്ങോട്ട് കാണുമ്പോൾ മുഖത്ത് നോക്കിയിട്ട് നല്ലത് പറയും, അങ്ങോട്ട് മാറിയിട്ട് എതിര് പറയും. പടച്ചവനെ 2 മുഖം കാണിക്കുക. കാണുമ്പോ ചിരിക്കുകയും ചെയ്യും, മാറുമ്പോ ഉള്ളിനകത്ത് വിഷം വെച്ചുകൊണ്ട് നടക്കുക, തമ്മിലടിപ്പിച്ചിട്ട് ചോര കുടിക്കുന്ന ചില വിഭാഗമുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു പരലോകത്ത് വരുന്നത് എങ്ങനാ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തജിബു മിൻ ശർരിൻ നാസി യൗമൽ ഖിയാമ ഇൻദല്ലാഹി ദിൽ വജ്ഹൈൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ജനങ്ങളിൽ, നാളെ പരലോകത്ത് വരുന്ന ജനങ്ങളിൽ ഏറ്റവും നശിച്ചവനാരെന്നറിയോ? അള്ളാന്റെ മുന്നിലേക്ക് കടന്നു വരുന്നവരിൽ വെച്ച് ഏറ്റവും നീചനായ, ഏറ്റവും വൃത്തികെട്ടവനായ മനുഷ്യനാരെന്നറിയോ? അത് ദുൽ വജ്ഹൈൻ, 2 മുഖമുള്ളവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് അവര് പരലോകത്ത് വരുന്ന രംഗം എങ്ങനെയെന്നറിയോ? ഏഷണി പറയുന്നവര്, പരദൂഷണം പറയുന്നവര്, പരസ്പരം തമ്മിലടിപ്പിക്കുന്നവര്, പച്ചയിറച്ചി തിന്നുന്നവര്, ഫിത്ന ഉണ്ടാക്കുന്നവര്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അൻ അമ്മാർ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന ലഹു വജ്ഹാനി ഫിദ്ദുനിയാ കാന ലഹു യൗമൽ ഖിയാമത്തി ലിസാനാനി മിനന്നാർ. പെങ്ങളെ, 4 പേര് കൂടി കഴിയുമ്പോ അല്ലാഹുവിനെ പേടിച്ച് നടക്കുന്ന പെണ്ണുങ്ങളെ, പച്ചയിറച്ചി തിന്നുന്ന സഹോദരിമാര്, 2 മുഖമുള്ളവര്, 2 സ്വഭാവമുള്ളവര് നാളെ പരലോകത്ത് കടന്നു വരുമ്പോ നിന്നെ തിരിച്ചറിയാനുള്ള അടയാളം എന്താ? നിന്നെ തിരിച്ചറിയാനുള്ള അടയാളം എന്താ? അല്ലാഹു നിന്റെ നാക്ക് 2ആയി കീറുകയാണ്. 2 നാക്കുകളാണ്, 2 നാക്കുകളാണ്. അല്ലാഹ് നരകത്തിന്റെ തീയാലുള്ള നാക്കാ.
ഉരുകുമടി മോളെ, നിന്റെ മുഖത്തിലേക്കും നിന്റെ ശരീരത്തിലേക്കും തുല്യതായ ഇറച്ചിയുണ്ടല്ലോ. ഈ തീയുടെ നാവ് കാരണം പടച്ചവനെ നിന്റെ ഇറച്ചി മുഴുവനും വെന്തുരുകുകയാ, ദുർഗന്ധമടിക്കുകയാ, ജനങ്ങൾ പേടിച്ചോടുകയാ. ലിസാനാനി മിനന്നാർ, രണ്ട് നാവുകളുമായിട്ടാണ് കടന്നു വരുന്നത്. കാരണം ദുനിയാവിലെ ശനി പറഞ്ഞവരാ, പരദൂഷണം പറഞ്ഞവരാ, പരസ്പരം തമ്മിലടിപ്പിച്ചവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിലെല്ലാവരും സമന്മാരാണ്. ഏഷണിയിലും പരദൂഷണത്തിലും പടച്ചവനെ ഒരു കുറവുമില്ലല്ലോ. ആലിമും കണക്കാണ്, ജാഹിലും കണക്കാണ്. പടച്ചവനെ എല്ലാവരും അവസരം കിട്ടുമ്പോ പരസ്പരം തമ്മിലടിപ്പിക്കുകയാ. അവിടെയും ഇവിടെയും നടന്നുകൊണ്ട് ഏഷണിയും പരദൂഷണവും പറയുകയാ. പലരും പറയും, ഉസ്താദേ ഞാൻ പറയാറില്ല, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ കേട്ടതല്ലേ ഉള്ളൂ. എടാ, കേട്ടാലും പറഞ്ഞവനെ പോലെയാടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആരെയെങ്കിലും കുറിച്ച് നിന്റെ അടുക്കൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാ, ചിലപ്പോൾ തടമ്പുണ്ടാകാ, താടിയുണ്ടാകാ, ഖുർആൻ പഠിച്ചവനാകാ, ഉസ്താദാകാ, പ്രസംഗിക്കുന്നവനാകാ, ഹജ്ജ് ചെയ്തവനാകാ, നിസ്കരിക്കുന്നവനാകാ, കള്ളുകുടിയനാകാ, ആരുമാകട്ടെ, നീ വിശ്വസിക്കല്ലേ, നീ വിശ്വസിക്കല്ലേ. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, ഏതെങ്കിലും ഒരു വൃത്തികെട്ടവനുണ്ടല്ലോ, ഒരു പാപിയുണ്ടല്ലോ, ഒരു പാപിയുണ്ടല്ലോ, ആരെയെങ്കിലും കുറിച്ച് നിന്റെ അടുക്കൽ വന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കല്ലേ. സത്യം എന്താണെന്നറിയാതെ നീ ആരോടും പറയല്ലേ. അതിന്റെ സത്യാവസ്ഥ അറിയാതെ നീ പറയരുത്. വാട്സപ്പിൽ വരുന്നത് മുഴുവനും ഷെയർ ചെയ്യരുത്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നീ പഠിക്കണം. ഇല്ലാതെ ഒരു കുടുംബത്തെ നാണം കെടുത്തിയിട്ട്, ഒരു പാവപ്പെട്ടവന്റെ ജീവിതം തകർത്തിട്ട്, ഒരു പാവപ്പെട്ട സ്വാലിഹത്തായ പെണ്ണിന്റെ ജീവിതം തൊലച്ചിട്ട്, അല്ലാഹുവേ ചെയ്തത് തെറ്റാണെന്ന് തോന്നുമ്പോ വായിക്കകത്ത് കൈവച്ചിട്ട് കടിക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇത് സാധാരണ പാപമല്ല, ഇത് നിസാര പാപമല്ല. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, അല്ലാഹുവേ, പള്ളിയിൽ വന്ന് വേച്ച് നടന്ന് പള്ളിയിൽ വരും നിസ്കരിക്കാൻ, ഈ കേറ്റം കയറി ഈ പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ട് അവസാനം പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ നിസ്കരിച്ചതിന്റെ പ്രതിഫലം നാട്ടുകാർക്ക് കൊടുക്കുന്ന ഉപ്പമാരുണ്ടല്ലോ, സങ്കടം തോന്നാറുണ്ട്. പച്ചയിറച്ചി തിന്നുന്നവരാകരുത്, പച്ചയിറച്ചി തിന്നുന്നവരാകരുത്. 4 പെണ്ണുങ്ങൾ കൂടിക്കഴിഞ്ഞ സുബ്ഹാനല്ലാഹ് നിസാരമാണെന്ന് കരുതല്ലേ. 4 പേര് കൂടിക്കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി പള്ളിയുടെ പടിയിൽ ഇരുന്നിട്ട് അബൂബക്കർ അങ്ങനെ, അവൻ അങ്ങനെ, ഇവൻ അങ്ങനെ, മറ്റേതാ മറിച്ചേതാ, എന്താപ്പാ നിസാര പാവ ചെയ്യണേ. നമ്മൾ വിചാരിച്ചിരിക്കണം, നമുക്കൊരു സ്വഭാവമുണ്ട്, എല്ലാം ചെയ്തിട്ട് പറയും ഒന്നുമില്ലാന്ന്. എൻ്റെ നാട്ടിലൊരു ചെറുപ്പക്കാരൻ പോയി പെണ്ണ് കണ്ടു, പെണ്ണിനെയൊക്കെ ഇഷ്ടപ്പെട്ടു. അവൻ തിരിച്ചു വീട്ടിൽ വന്നപ്പോ ഈ പെണ്ണിന്റെ കുടുംബത്തിൽ നിന്ന് ഒരാള് ഈ പയ്യനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നപ്പോ ആദ്യം കണ്ട കടയിൽ കയറിയിട്ട് ചോദിച്ചു ഈ ചെറുപ്പക്കാരനെ കുറിച്ച്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവനെ കുറിച്ച് വല്ലതും പറഞ്ഞു തരണം. കള്ളും കുടിച്ച് കഞ്ചാവ് അടിക്കുന്ന കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എന്നെ ഈ കടയെല്ലാം കൂടെ തല്ലി പൊട്ടിക്കണം, എനിക്കൊന്നും അറിയത്തില്ല, വേറെ ആരോടെങ്കിലും പോയി ചോദിക്കാൻ. എന്തൊക്കെ പറഞ്ഞു? അവൻ കള്ളു കുടിക്കും, കഞ്ചാവ് അടിക്കും, വീട് കയറി തല്ലും, ഇത്രയും പറഞ്ഞിട്ട് അപ്പോൾ പറയും എനിക്കൊന്നും അറിയത്തില്ല, വേറെ ആരോടെങ്കിലും പോയി ചോദിക്കാം. നമ്മളും അങ്ങനെ തന്നെ, എല്ലാരും കൂടെ കൂടിയിരുന്നിട്ട് ഈ ഇറച്ചി തിന്നിട്ട് അവസാനം പറയും എന്തിനാ വല്ലവരുടെ ഇറച്ചി തന്നെ, വിട് തന്നെ. എൻ്റെ പൊന്നാര വാപ്പ, കള്ളു കുടിച്ച അള്ള പുറത്തു തരും, കള്ളു കുടിച്ച അള്ള പുറത്തു തരും, വ്യഭിചരിച്ച അള്ള പുറത്തു തരും, പലിശ തിന്ന അള്ള പുറത്തു തരും, കൊല ചെയ്ത അള്ള പുറത്തു തരും, നിസ്കരിച്ചില്ലേ അള്ള പുറത്തു തരും. നീ എന്ത് പാപം ചെയ്താലും അള്ള പുറത്തു തരും. അള്ള ആരാ? ഗഫൂർ റഹീമ. പക്ഷേ അള്ള ഒരു പാപം പൊറുക്കൂല.
എടാ ഞാന് നിങ്ങളുടെ പള്ളിയിലെ ഖത്തീബിനെ കുറിച്ച് മോശമായ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഈ മനുഷ്യനെ നാണം കെടുത്തിയിട്ട് അള്ളാനോട് ദുആ ചെയ്തിട്ട് കാര്യമില്ല. നീ അറിയോ, ഹജ്ജിന് പോകുന്ന മനുഷ്യൻ എന്തിനാ ഓരോ വീടുകളും കയറി ഇറങ്ങി ഞാൻ ഹജ്ജിന് പോകുകയാ എന്ന് പൊരുത്തം ചോദിക്കണ എന്തിനാ? ഉംറയ്ക്ക് പോകുന്നവൻ എന്തിനാ പൊരുത്തം ചോദിക്കുന്നേ? എടാ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് പൊരുത്തപ്പെട്ടതാ, നീ പൊരുത്തപ്പെട്ട് തന്നില്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് കാര്യമില്ല എന്നാണ് അർത്ഥം. എടാ അള്ളാഹി ഞാനും തമ്മിൽ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഞാൻ അള്ളാഹിനോട് പറഞ്ഞ അള്ള എനിക്ക് പുറത്തു തരും. കാരണം അള്ള എൻ്റെ റബ്ബ്, ഞാൻ അള്ളാടെ അടിമയും. അള്ള കരുണയുള്ളവൻ, അള്ള പുറത്തു തരും. പക്ഷെ നമ്മൾ തമ്മിലുള്ളത് നമ്മൾ തന്നെ തീർക്കണം. അതാ അതിൻ്റെ ഗൗരവം. നീ നാട്ടിലെ നിന്റെ അയൽവാസിയായ പെണ്ണിന്റെ ജീവിതം കുത്തിച്ചോറാക്കിയിട്ട് നീ കിടന്നിട്ട് പോയി ഹജ്ജ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഓളുടെ കാല് തന്നെ പോയി പിടിക്കുക. നീ അവളുടെ കാല് പിടിച്ച് പൊരുത്തം ചോദിക്കുക, അല്ലാതെ നിനക്ക് രക്ഷയില്ല. അതാ മനസ്സിലാക്കേണ്ടത്. ഒരു ചരിത്രം ഞാൻ പറയാം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് മുത്തി നബിയുടെ വീട്ടിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിനകത്തേക്ക് കരഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേ ഉമറെ കരയണെന്താ? നബിയെ, ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരയുന്ന നബിയെ. അവന്റെ കരച്ചില് കണ്ടിട്ട് കരഞ്ഞതാണ്. അള്ളാന്റെ റസൂലിന് പോലും അത്ഭുതമായി പോയി. കാരണം ഉമർ ആരാ കരയണമെങ്കിൽ? ഉമർ സാധാരണ ആളല്ല. ഇബ്ലീസ് പോലും ഉമർ വരുന്ന വഴിയിലൂടെ വരൂല. ഇബ്ലീസിന് വരെ പേടിയാ ഉമറിനെ. ഈ ഉമർ കരയണമെങ്കിൽ അത് ആരാ? പടച്ചോനെ. ചെറുപ്പക്കാരനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഓനെ വിളിച്ചുകൊണ്ടുവന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താ നീ കരയണേ? നബിയെ, എൻ്റെ ജോലി എന്തെന്നറിയോ? എൻ്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ഞാൻ കൊണ്ട് മയ്യത്തടക്കാനൊക്കെ കൂടെ നടക്കും. മയ്യത്തടക്കിയിട്ട് എല്ലാവരും പോകുമ്പോൾ ഏറ്റവും അവസാനം ഞാനൊരു അടയാളം വെച്ചിട്ട് പോകും ഖബറിന്റെ മുകളിൽ. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ രാത്രി ഞാൻ വന്ന് ഖബറിലെ മണ്ണ് മാറ്റി പലകയെടുത്തു മാറ്റി അതിനകത്തിറങ്ങിയിട്ട് ആ കഫൻ തുണി അഴിച്ചെടുക്കും. ഞാൻ കള്ളനാ. മയ്യത്തിന്റെ കഫൻ തുണി മുട്ടിക്കുന്ന കള്ളനാ ഞാൻ. എന്റെ നാട്ടിലെ ഖബർസാനിൽ കിടക്കുന്ന അധികം മയ്യത്തുകൾ നഗ്നരാ. ഞാൻ അവരുടെയൊക്കെ കഫൻ തുണി മുട്ടിച്ച കള്ളനാ നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ള നിനക്ക് പുറത്തു തരും. അള്ള നിനക്ക് പുറത്തു തരും. നീ അള്ളാഹിനോട് പശ്ചാത്തപിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞു. പക്ഷെ ഈ ചെറുപ്പക്കാരൻ പിന്നെയും കരയ. മണ്ണ് വാരി തലയിലിടുന്നുണ്ട്. മണ്ണ് വാരിയിട്ട് തലയിലിട്ടുകൊണ്ട് പിന്നെയും നിലവിളിക്ക. നീ എന്തിനാ കരയണേ? ഇല്ല നബിയെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാവി ഞാനാ. എന്നെക്കാളും പാപം ചെയ്ത ഒരാളും ഈ ദുനിയാവിലില്ല. എന്നെക്കാളും പാപം ചെയ്ത ഒരു മനുഷ്യനും ഈ ദുനിയാവിലില്ല. കാരണം ഞാൻ അത്ര വലിയ പാപിയാ. എനിക്കല്ല പുറത്തു തരൂല, എനിക്കല്ല പുറത്തു തരൂല. ഈ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കിടന്ന് പറയുമ്പോ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, എങ്കിലും ഒരിക്കലും പുറത്തു തരില്ല എന്ന് നീ പറയുന്നതെങ്കിൽ നീ ചെയ്ത പാപം എന്താണ് ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ നാട്ടിലൊരു പെണ്ണ് മരിച്ചു. ഒരു സ്വാലിഹത്തായ പെണ്ണ് മരിച്ചു. അവളുടെ മയ്യത്തും കുളിപ്പിച്ചു കഫം പൊതിഞ്ഞ പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ചു. 6 അടി മണ്ണിനകത്ത് ഇറക്കി വെച്ചിട്ട് അടയാളം വെച്ച് ഞാൻ പിരിഞ്ഞു പോയി നബിയേ. അടയാളം വെച്ച് തന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. പാതിരാത്രി എത്തിയപ്പോ സാധാരണ പോകുന്നത് പോലെ അതാ മണ്ണ് കുടിക്കുന്ന ആയുധവും എടുത്തുകൊണ്ട് അടയാളം വെച്ച ഖബറിന്റെ ചാരത്ത് പാതിരാത്രിയിൽ കടന്നു ചെന്ന് അവിടെ നിന്ന് മണ്ണുകൾ വെട്ടി മാറ്റി പലകയെടുത്ത് മാറ്റിയിട്ട് ആ ഖബറിനകത്തിറങ്ങിയിട്ട് ആ പെണ്ണിന്റെ കഫം തുണികൾ അടിച്ചെടുക്കുകയാ. ആ പെണ്ണിന്റെ കഫം തുണികൾ അടിച്ചെടുക്കുകയാ. എന്നിട്ട് ഖബറിന്റെ മുകളിൽ കയറി മണ്ണിട്ട് മൂടിയിട്ട് മീസാങ്കല്ലുകളെ നിരത്തി വെച്ചിരിക്കുന്ന മൈലാഞ്ചി ചെടികളുള്ള ആത്മാക്കളുടെ ലോകമായ പള്ളിപ്പറമ്പിലെ ഖബർസാനിലൂടെ ഞാനങ്ങ് മുന്നോട്ട് നടന്നു പോകുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്,
ഒരു നൂൽബന്ധം പോലുമില്ലാതെ ഒരൽപ്പം വസ്ത്രം പോലുമില്ലാതെ ഖബറിന്റെ അകത്ത് കിടക്കുന്ന പെണ്ണിനെ എനിക്ക് ഓർമ്മ വന്നു നബിയേ. എനിക്ക് അവളോട് മോഹം തോന്നി നബിയേ. രണ്ടാമതും ഖബറിന്റെ ചാരത്ത് ചെന്നോ, മണ്ണുകൾ വെട്ടി മാറ്റി, പലകയെടുത്ത് മാറ്റി, ഖബറിനകത്തിറങ്ങി. അല്ലാ, ആ മയ്യത്തിനെ ഞാൻ കേറി പിടിച്ചു നബിയേ. ആ മയ്യത്തിനെ പോലും ഞാൻ വെറുതെ വിട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറയുമ്പോ ഉമർ തങ്ങളെ ബോധം കെട്ട് വീഴുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകാലുകൾ തളർന്നു പോയി. നബി എവിടെന്ന് തളർന്നു വീഴുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്, കണ്ണിലൂടെ കണ്ണുനീര് ഒഴുകുകയാ. എന്തൊരു പാപമാ അല്ലാ. മയ്യത്തിനെ പോലും വെറുതെ വിടാത്ത ചെറുപ്പക്കാരനാ. ഈ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹു എനിക്ക് പുറത്തു തരുവോ നബിയേ, അല്ല എനിക്ക് പുറത്തു തരുവോ നബിയേ. ചെറുപ്പക്കാരാ, കരയടാ. അല്ലാഹുവിന്റെ മുന്നിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാറ് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അവിടെന്ന് ചോദിക്കുന്നു, മുത്തി നബിയേ, ഇവനല്ല പുറത്തു കൊടുക്കുവോ? എന്തൊരു പാപവാ അല്ലാ, എന്തൊരു പാപവാ അല്ലാ. റസൂലുള്ള പറഞ്ഞു, ഉമറേ, ഇവനെക്കാളും പാപം ചെയ്യുന്നവരുണ്ടല്ലോ. ആരാണെന്നറിയോ? മറ്റുള്ളവന്റെ പച്ചയിറച്ചി തിന്നുന്ന മുസ്ലിമേ. ആരെക്കുറിച്ചാണോ പറഞ്ഞത് അവരോട് പൊരുത്തം ചോദിക്കാതെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് നീ മറന്നു പോകരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാ, രണ്ട് മുഖമുള്ളവരാകല്ലേ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ ലിസാനാനി മിനന്നാർ, തീയിടനന്റെ രണ്ട് നാവുകളുമായിട്ട് അല്ലാഹു നാളെ നിന്നെ പരലോകത്ത് കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ അല്ലാഹ് ഒരുപാട് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് റബ്ബേ. ഒരുപാട് പേരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട് റബ്ബേ. നീ പുറത്തു തരണേ അല്ലാ, നീ പുറത്തു തരണേ അല്ലാ. മൂന്നാമത്തെ വിഭാഗം രണ്ട് മുഖമുള്ളവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ